ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബിജെപിയുടെ പ്രകടന പത്രിക പുറത്തിറക്കി. പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കൾ ഡൽഹി ബിജെപി ആസ്ഥാനത്താണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. എന്തായാലും വലിയ വാഗ്ദാനങ്ങൾ തന്നെയാണ് ഇത്തവണയും പ്രകടന പത്രികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പശ്ചാത്തല വികസന രംഗത്തും സ്റ്റാർട്ടപ്പുകൾക്കും തികച്ചും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രകടന പത്രിക തന്നെയാണ് ഇത്തവണയും. 25 കോടി ജനങ്ങളെ ദാരിദ്ര്യമുക്തമാക്കി ആ പരിഗണന ഇനി തുടർന്നും ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി പ്രകടന പത്രികയിലൂടെ വ്യക്തമാക്കുന്നു. സൗജന്യ റേഷൻ വരുന്ന 5 വർഷം കൂടി തുടരും. അതോടൊപ്പം തന്നെ ജൻ ഔഷധി കേന്ദ്രങ്ങൾ വികസിപ്പിക്കും. 70 വയസ്സിന് മുകളിലെ എല്ലാവർക്കും സൗജന്യ ചികിത്സാ വാഗ്ദാനവും പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. 3 കോടി വീടുകൾ നിർമ്മിച്ച് നൽകും. നിലവിൽ 5 കോടി നിർമ്മിച്ചു നൽകി എന്നുള്ള സുപ്രധാന നേട്ടം കൂടി മോദി സർക്കാർ കൈവരിച്ചിരിക്കുകയാണ്. ഇനി 3 കോടി വീടുകൾ കൂടിയാണ് നിർമ്മിക്കാൻ പ്രകടന പത്രികയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം മുദ്ര വായ്പാ പദ്ധതിയുടെ പരിധി 20 ലക്ഷമാക്കും. തെരുവോര കച്ചവടക്കാരുടെ വായ്പാ പദ്ധതി ഗ്രാമങ്ങളിലേക്കും വികസിപ്പിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു സുപ്രധാന കാര്യം എന്ന് പറയുന്നത് വനിതാ കായിക താരങ്ങൾക്കായി പ്രത്യേക പദ്ധതി രൂപീകരിക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. അതോടൊപ്പം PM കിസാൻ സമ്മാൻ നിധി തുടരും. ദേശീയ സഹകരണ നയത്തിന് രൂപം നൽകും. മില്ലറ്റ് കർഷകർക്ക് പ്രത്യേക സഹായം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കും. ഫിഷറീസ് മേഖലയ്ക്കും സഹായം ഉണ്ട്. എപ്പോഴും മോദി സർക്കാർ പ്രാധാന്യം നൽകിയിട്ടുള്ളത് കർഷകർക്ക് തന്നെയാണ്. അതോടൊപ്പം തന്നെ വനിതകൾക്കായുള്ള ഹോം സ്റ്റേകൾക്കായി സാമ്പത്തിക സഹായം നൽകുമെന്നും പ്രകടന പത്രികയിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, സുപ്രധാന നേട്ടങ്ങൾ കൈവരിച്ചതിന്റെ ചരിത്രം പ്രധാനമന്ത്രി വ്യക്തമാക്കി. വരുന്ന വർഷങ്ങളിൽ എന്തൊക്കെ വികസന പദ്ധതികളാണ് മോദി സർക്കാർ വിഭാവനം ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രകടന പത്രികയിലൂടെ അദ്ദേഹം പറഞ്ഞത്. എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്? രോഹിണി, അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ബിജെപിയുടെ പ്രകടന പത്രിക പ്രകാശനം നിർവഹിച്ചത്. പ്രകടന പത്രിക പ്രകാശനം ചെയ്ത ശേഷം പിന്നീട് ഇതിന്റെ സവിശേഷതകളും ഇതിന്റെ പ്രാധാന്യങ്ങളും പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഏതാണ്ട് 3/4 മണിക്കൂർ എടുത്ത് വിശദീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ബിജെപി ആസ്ഥാനത്ത് കണ്ടത്. എന്തായാലും 2047 ഭാരതത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു കാലഘട്ടം, അതായത് 2047 100ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശക്തിയായി ഈ രാഷ്ട്രത്തെ വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രഖ്യാപനങ്ങളാണ് ബിജെപിയുടെ സങ്കല്പ പത്ര അഥവാ പ്രകടന പത്രികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങൾ ഇവിടെ വായിക്കാം. ഒന്ന്, ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ച്, അതായത് വികസന വിഷയങ്ങൾ ഒരു ഭാഗത്തുണ്ട്, ഒപ്പം മറ്റ് സുപ്രധാനമായ ദേശീയ വിഷയങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകീകൃത സിവിൽ കോഡ് രാജ്യത്ത് നടപ്പാക്കുമെന്ന പ്രഖ്യാപനം BJP ഒരിക്കൽ കൂടി നടത്തുകയാണ്. നമുക്കറിയാം, വളരെ മുൻപ് തന്നെ BJP ഈ വിഷയം ദേശീയ തലത്തിൽ തന്നെ ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അയോധ്യ രാമക്ഷേത്രവും അതോടൊപ്പം തന്നെ CAA-യും ഒപ്പം ജമ്മു കശ്മീരിന്റെ പ്രത്യേക അധികാരം മരവിപ്പിച്ചതും ഉൾപ്പെടെയുള്ള സുപ്രധാനമായ കാര്യങ്ങളെല്ലാം സർക്കാർ നടപ്പാക്കി കഴിഞ്ഞിരുന്നു. അതിൽ ഏകീകൃത സിവിൽ കോഡ് മാത്രമാണ് ഒരു പെൻഡിങ് പോലെ വന്നത്. അതെന്തായാലും വരുന്ന 5 വർഷത്തിൽ നടപ്പാക്കും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ്, അത് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ വളരെ ശ്രദ്ധേയമായ പ്രഖ്യാപനമാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണം. അല്ലാതെ ഈ വിവിധ സമയങ്ങളിലായി തെരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോൾ അത് രാജ്യത്തിന്റെ ഖജനാവിന് ഉൾപ്പെടെ ഉണ്ടാകുന്ന നഷ്ടം, സമയനഷ്ടം, ഒപ്പം സാമ്പത്തികമായ നഷ്ടങ്ങൾ, രാഷ്ട്രീയ നേതാക്കൾ ഈ വികസന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതെ തുടർച്ചയായ ഈ മറ്റ് പാർട്ടി പരിപാടികളിൽ മാത്രമായി ഏർപ്പെടുന്നത്, ഇതെല്ലാം രാജ്യത്തിന് ഗുണം ചെയ്യില്ല എന്ന വിശകലനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന സുപ്രധാനമായ പ്രഖ്യാപനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുന്നത്. അത് നടപ്പാക്കുമെന്ന് സർക്കാർ ഇവിടെ വ്യക്തമാക്കുന്നു. ഒപ്പം മറ്റ് വികസന വിഷയങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, ആയുഷ്മാൻ ഭാരതുമായി ബന്ധപ്പെട്ടാണ് വളരെ സുപ്രധാനമായ ഒരു പ്രഖ്യാപനം ഇപ്പോൾ ഈ പ്രകടന പത്രികയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 70 വയസ്സിന് മുകളിലുള്ള ആളുകളെയെല്ലാം ആയുഷ്മാൻ ഭാരതിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരുമെന്ന വളരെ ശ്രദ്ധേയമായ ഒരു പ്രഖ്യാപനം ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നു. നമുക്കറിയാം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആരോഗ്യ പരിരക്ഷാ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് എന്നത്. 2018 ബജറ്റിലാണ് കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. 5 ലക്ഷം രൂപ പ്രതിവർഷ ആരോഗ്യ പരിരക്ഷ നൽകുന്നതാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി. നിലവിൽ 37 കോടി ആളുകൾക്കാണ് ആയുഷ്മാൻ ഭാരതുമായി ബന്ധപ്പെട്ട കാർഡ് ആയുഷ്മാൻ ഭാരത്
ചികിത്സയ്ക്ക് വേണ്ട കാർഡിന്റെ വിതരണം നടന്നിരിക്കുന്നത്. അതായത് 2018 പദ്ധതി തുടങ്ങിയതിനു ശേഷം 37 കോടി വീടുകളിലേക്ക് ആയുഷ്മാൻ ഭാരതിന്റെ ചികിത്സാ ധനസഹായം ലഭിച്ചിരുന്നു. ഇത് കൂടാതെയാണ് ഇപ്പോൾ 70 വയസ്സിന് മുകളിലുള്ള, കാരണം നമുക്കറിയാം ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നത് വാർദ്ധക്യ കാലഘട്ടത്തിലാണ്. അതിനാൽ 70 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളെയും ആയുഷ്മാൻ ഭാരതിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരും എന്ന വളരെ ശ്രദ്ധേയമായ പ്രഖ്യാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നു. ഒപ്പം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, നമുക്കറിയാം എല്ലാ വർഷവും പ്രതിവർഷം 6000 രൂപ വീതം ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് കർഷകർക്ക് നൽകുന്ന പദ്ധതിയാണ് കിസാൻ സമ്മാൻ നിധി. നിലവിൽ 11 കോടി കർഷകർക്കാണ്, കേരളത്തിൽ ഉൾപ്പെടെയുള്ള കർഷകർക്ക് ഈ കിസാൻ സമ്മാൻ നിധിയുടെ പ്രയോജനം ലഭിക്കുന്നുണ്ട്. ഇത് 10 കോടി കർഷകരിലേക്ക് കൂടി ഉയർത്തും. ഇത് തുടരും എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു പ്രഖ്യാപനമാണ്. ഒപ്പം മില്ലറ്റ് കർഷകർക്ക് പ്രത്യേക സഹായം, ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുമെന്നത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം. ഒപ്പം ഫിഷറീസ് മേഖലയ്ക്ക് പ്രത്യേക സഹായം. നമുക്കറിയാം ഫിഷറീസ് മേഖലയ്ക്ക് ഒരു മന്ത്രാലയം തന്നെ തുടങ്ങുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്താണ്. അതിന് മുൻപൊക്കെ കേരളത്തിൽ ഉൾപ്പെടെ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തൊക്കെ തീരദേശ മേഖലകളിൽ വലിയൊരു ആവശ്യമായിരുന്നു ഈ ഫിഷറീസ് മേഖലയ്ക്ക് വേണ്ടി ഒരു മന്ത്രാലയം വേണം, അതിന് കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിക്കണം എന്നത്. നേരത്തെ തന്നെ മോദി സർക്കാർ ഫിഷറീസ് മന്ത്രാലയം ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ രാജ്യത്ത് തുടക്കം കുറിച്ചു. ഇത് കൂടാതെ മറ്റ് സഹായ പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, നമുക്കറിയാം ദേശീയപാത വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ മുൻപന്തിയിലാണ് ഈ സർക്കാർ. മുൻപ് 12 കിലോമീറ്ററാണ് UPA സർക്കാരിന്റെ കാലത്ത് ദേശീയപാത ഒരു ദിവസം വികസിപ്പിച്ചതെങ്കിൽ ഇന്ന് മോദി സർക്കാരിന്റെ കാലത്ത് 37 കിലോമീറ്ററായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത്തരം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, എയർപോർട്ടുകൾ, അതോടൊപ്പം തന്നെ റോഡുകൾ, റെയിൽ ഗതാഗതം, ഇതിലെല്ലാം വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ, ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങൾ തുടരുമെന്ന് പറയുന്നു. ഗൗതം, വികസനം എത്രത്തോളം സുസ്ഥിരമാണ്, സുസ്ഥിര വികസനത്തിന് എന്തെല്ലാം കാര്യങ്ങൾ അനിവാര്യമാണ് എന്നുള്ളതിന്റെ തുടർച്ച തന്നെയാണ് പ്രകടന പത്രികയിൽ ഉടനീളം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കൈവരിച്ച നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ പ്രധാനമന്ത്രി അവയുടെയൊക്കെ തുടർച്ച വരും വർഷങ്ങളിലും ഉണ്ടാകും എന്ന് പ്രകടന പത്രികയിലൂടെ വ്യക്തമാക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി രാജ്യം ഉറ്റുനോക്കുന്നത് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പും അതോടൊപ്പം ഏകീകൃത സിവിൽ കോഡും തന്നെയായിരിക്കും. അതിലേക്ക് എത്രത്തോളം ഇച്ഛാശക്തിയോടുകൂടിയാണ് മോദി സർക്കാർ മുന്നോട്ട് പോകുന്നത്? രോഹിണി, വരുന്ന 5 വർഷത്തിനിടയിൽ 2024-നും 29-നും ഇടയിലുള്ള കാലയളവിൽ ഈ 2 കാര്യങ്ങളും നടപ്പാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇക്കാര്യം BJPയുടെ ഈ സങ്കല്പ പത്രത്തിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. അതല്ലാതെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ കാലയളവിലെല്ലാം ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതകളെ പറ്റിയും അല്ലെങ്കിൽ അതെന്തുകൊണ്ട് രാജ്യത്ത് അനിവാര്യമാണ് എന്നതിനെപ്പറ്റി പ്രധാനമന്ത്രി വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അതിനാൽ ഇന്നത്തെ ഈ ഒരു സങ്കല്പ പത്രം വിശദീകരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം അതേപ്പറ്റി കൂടുതലായി സംസാരിച്ചില്ല. ഒപ്പം ഏകീകൃത സിവിൽ കോഡും, ഈ 2 വിഷയങ്ങളും വരുന്ന 5 വർഷത്തിനിടയിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഏകീകൃത സിവിൽ കോഡ് നിലവിൽ ഉത്തരാഖണ്ഡ് പോലെ BJP അധികാരത്തിലിരിക്കുന്ന ഒരു സംസ്ഥാന തലത്തിൽ നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഏകീകൃത സിവിൽ കോഡ് വർഷങ്ങളായി തന്നെ ഭാരതീയ ജനസംഘത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിഷയമാണ്. രാജ്യത്ത് നിയമങ്ങൾ, അത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത നിയമങ്ങൾ പാടില്ല, മുഴുവൻ ജനങ്ങൾക്കും ഒരൊറ്റ നിയമം, ഒരൊറ്റ രാഷ്ട്രം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരണമെന്നത് ജനസംഘത്തിന്റെ കാലത്തും പിന്നീട് BJPയും വിവിധ പ്രകടന പത്രികകളിൽ ഉൾപ്പെടുത്തിയ ഒരു വിഷയമാണ്. അതിനാൽ 2024-ൽ ഈ വർഷം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ വളരെ വേഗത്തിൽ തന്നെ സർക്കാർ നടപ്പാക്കാൻ പോകുന്ന ഒന്ന് ഏകീകൃത സിവിൽ കോഡ് ആകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് 2029-ൽ, ഒരുപക്ഷെ 19-ാം ലോക്സഭയിലേക്ക് 2029-ൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ലോക്സഭയ്ക്കൊപ്പം തന്നെയാകും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക എന്നതും നമുക്ക് മനസ്സിലാക്കണം. കാരണം നേരത്തെ തന്നെ നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ ഒറ്റഘട്ടമായാണ് നടന്നിരുന്നത്. 1951 മുതൽ ആദ്യത്തെ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും അതിനൊപ്പം തന്നെ നിയമസഭകളിലേക്കും വോട്ടെടുപ്പ് നടന്നിരുന്നു. പിന്നീട് 2 കാരണങ്ങളാലാണ് ഈ തെരഞ്ഞെടുപ്പുകൾ വ്യത്യസ്തമായി നടത്തേണ്ട സാഹചര്യം ഉണ്ടായത്. ഒന്ന്, വിവിധ സംസ്ഥാന സർക്കാരുകളെ കോൺഗ്രസ് ഭരണകൂടം പിരിച്ചുവിടുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. കേരളത്തിൽ തന്നെ നമുക്കറിയാം നെഹ്റു ഭരണകൂടമാണ് ആദ്യത്തെ EMS സർക്കാരിനെ പിരിച്ചുവിട്ടത്. അതുകൂടാതെ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനയിലെ ചില പ്രത്യേക അവകാശങ്ങൾ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഒക്കെ വിവിധ കാലങ്ങളിൽ വിവിധ സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ടിരുന്നു. അങ്ങനെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വ്യത്യസ്ത സമയങ്ങളിൽ നടത്തേണ്ട ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടത്. അതിനാൽ അതിനെ വീണ്ടും
വീണ്ടും ഇപ്പോൾ ഏകീകരിക്കും എന്നതാണ് സർക്കാരിന്റെ വിശദീകരണം. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വിവിധ സംസ്ഥാനങ്ങളും മുഴുവൻ സംസ്ഥാനങ്ങളും അതിനൊപ്പം തന്നെ വിധി എഴുതുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകും. ഒപ്പം ആർട്ടിക്കിൾ 37 ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനവും നേരത്തെ രോഹിണി സൂചിപ്പിച്ചിരുന്നു. ഒപ്പം വികസന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി പ്രഖ്യാപനങ്ങൾ ഈ ഒരു സങ്കല്പ പത്രത്തിനകത്ത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും.